ഹായ് ഓൾ ഏവർക്കും ലിറ്റ്ഷ്യൂർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട്, അതിന് പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള സമയം എങ്ങനെ വേണ്ട രീതിയിൽ ഉപയോഗിക്കാം, ആ ഒരു കുറഞ്ഞ സമയം തന്നെ വളരെ ഫലപ്രദമാകുന്ന രീതിയിൽ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള ചില ട്രിക്സും ടിപ്സും നിങ്ങളിലേക്ക് എത്തിക്കണമെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിന് തൊട്ട് മുമ്പായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സെറ്റ് ഇംഗ്ലീഷിൻ്റെ പേപ്പർ 2, അതോടൊപ്പം തന്നെ സെറ്റ് ജനറൽ പേപ്പർ 1ൻ്റെയും കോച്ചിങ് നമ്മൾ ലിറ്റ്ഷ്യൂർ അക്കാഡമി എന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നൽകുന്നുണ്ട്. മിതമായ നിരക്കിൽ കൃത്യമായ സ്റ്റഡി മെറ്റീരിയൽസ്, റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, മോക്ക് എക്സാമും മോഡൽ എക്സാമും മറ്റ് ഡൗട്ട് ക്ലിയറൻസ് പ്ലാറ്റ്ഫോമുകളും മറ്റ് പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട്. അപ്പോൾ എടുത്തു പറയുന്നു, മിതമായ നിരക്കിലാണ് നമ്മൾ നൽകുന്നത്. മറ്റേതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനുമായി കമ്പയർ ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ കുട്ടികൾ സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കോച്ചിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായി ഈ ഒരു അവസരം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിരിക്കുന്ന നമ്പർ മുഖേന ബന്ധപ്പെടാനും ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടന്നു വരാം. നമുക്കറിയാവുന്നതുപോലെ 2023 വർഷം ഫസ്റ്റ് ഫേസ് എക്സാം കഴിഞ്ഞു, റിസൾട്ടും വന്നു. ഇനി സെക്കൻഡ് ഫേസ് എക്സാമാണ് നമ്മൾ എഴുതാനായിട്ട്, ഇല്ലെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രോബബ്ലി മാക്സിമം, അതായത് നമുക്ക് ചിന്തിക്കാവുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പുള്ള സമയങ്ങളിലൊക്കെ എക്സാമിൻ്റെ ഒരു സമയക്രമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസത്തോടു കൂടിയാണ് നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ നമുക്ക് മുന്നിൽ ഇനിയും ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മുതൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏകദേശം 3-3.5 മാസത്തോളം നമുക്ക് മുന്നിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ പലരും വിചാരിച്ചിരിക്കുന്നത് ഇനിയുള്ള ഈ ഒരു സമയം മാത്രം വിചാരിച്ച് എനിക്ക് കൃത്യമായ രീതിയിൽ ഇനി എത്രത്തോളം പ്രിപ്പറേഷൻ നടത്തിയാൽ പോലും എനിക്ക് സാധിക്കില്ല എന്ന രീതിയിലൊരു മുൻധാരണയോടുകൂടി പ്രിപ്പറേഷനെ സമീപിക്കുന്ന പല വിദ്യാർത്ഥികളും നമുക്ക് അറിയാവുന്നതാണ്. അതോടൊപ്പം തന്നെ ആ ഒരു രീതിയിൽ പലരും നമ്മളെ മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ കോൺടാക്റ്റ് ചെയ്തവർ ഒരു തരത്തിൽ മോട്ടിവേഷനൊക്കെ നൽകി വിട്ടിരുന്നതുമാണ്. അപ്പോൾ നമ്മൾ കരുതി അങ്ങനെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു കളക്റ്റീവായിട്ടുള്ള കുറച്ചധികം വിദ്യാർത്ഥികൾ ഇതുപോലെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും അത് ഗുണമായി മാറട്ടെ, ഇല്ലെങ്കിൽ ഉപയോഗപ്രദമാകട്ടെ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇനിയും നടക്കാനായി പോകുന്ന എക്സാമിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏപ്രിൽ മാസം 25-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ് രജിസ്ട്രേഷൻ്റെ സമയം. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലേക്ക് മാറ്റി വെക്കാതെ കൃത്യമായ ആ ഒരു സമയത്ത് അവസാനത്തെ ഹറിബറിയൊക്കെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് തന്നെ രജിസ്ട്രേഷനിലേക്ക് കടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കുറഞ്ഞ സമയം പോലും നമുക്ക് എങ്ങനെ ഫലപ്രദമായി എക്സാം പ്രിപ്പറേഷന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന പോലെ സെറ്റ് ഇംഗ്ലീഷാണ്. സെറ്റ് ഇംഗ്ലീഷിന് 6 യൂണിറ്റുകളാണുള്ളത്. ആ ഓരോ യൂണിറ്റുകളും നമ്മൾ സിലബസ് ആദ്യം നോക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ നമുക്ക് ആദ്യം നോക്കുമ്പോൾ വലിയ ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയോ ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് നിങ്ങൾ എക്സാം അറ്റംപ്റ്റ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒരു തരത്തിൽ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടെൻഷൻ ആദ്യം നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. കാരണം കുറച്ചധികം വേസ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് സിലബസ് നൽകിയിരിക്കുന്നത്. അതും കൃത്യമായ രീതിയിലാണ്, കൃത്യമായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ കൃത്യമായ സ്പെസിഫിക് ഏരിയാസാണ് സിലബസിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ ആ സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിന് എങ്ങനെ കൃത്യമായി വിശകലനം ചെയ്യണം എന്നതാണ്, എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നതിലാണ് നിങ്ങളുടെ വിജയം ഒളിച്ചിരിക്കുന്നത് തന്നെ എടുത്തു പറയണം. കാരണം നിങ്ങൾ പലരും ആ സിലബസ് കാണുമ്പോൾ അത് കുറച്ച് പരിഭ്രാന്തരായി പിന്നീട് നിങ്ങൾ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കാതെ ഇത് എന്നെക്കൊണ്ട് സ്വയം ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് എന്നെക്കൊണ്ട് കഴിയില്ല എന്ന രീതിയിലുള്ളൊരു മടുപ്പിലേക്കോ ഇല്ലെങ്കിൽ ഒരു തരത്തിൽ നിങ്ങൾ ഡീമോട്ടിവേറ്റ് ആയി പോകുന്നതായിട്ട് പലരും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയം ഒരു 3-4 മാസം ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു ദിവസം എന്ന രീതിയിൽ നിങ്ങൾ എന്തൊക്കെ കവർ ചെയ്യും എന്ന രീതിയിൽ ടൈം ടേബിൾ നിങ്ങൾ ആദ്യം സെറ്റാക്കി വെക്കണം. അപ്പോൾ ആദ്യം യൂണിറ്റ് 1 ആണ് എടുക്കുന്നതെങ്കിൽ സെറ്റ് ഇംഗ്ലീഷ് യൂണിറ്റ് 1-ൽ ആദ്യം നമ്മൾ കാണുന്ന പോലെ ചോസർ ഏജ് ഇല്ലേ, ചോസേറിയൻ ആ ഒരു പീരീഡ് മുതലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇന്നത്തെ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇന്ന് ഏപ്രിൽ മാസം 16-ാം തീയതി ആണെങ്കിൽ ആ 16-ാം തീയതി ഞാൻ ഇത്രയും ഭാഗം, അതായത് ചോസേറിയൻ ഏജ് 2 ഇത്രയും സെക്ഷൻ ഞാൻ ഇന്ന് കവർ ചെയ്യുമെന്ന് പറയുമ്പോൾ അതിലുള്ള ഡേറ്റാസ് നിങ്ങൾ അതോടൊപ്പം തന്നെ കളക്ട് ചെയ്യണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നു പരമാവധി നിങ്ങൾക്ക് മറ്റ് ഗൈഡ്സുകളും അല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റുകളും അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റാസ് കളക്ട് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, ഇപ്പോൾ റിസോഴ്സസ് വളരെയധികം സുലഭമായി ലഭിക്കുന്നതാണ്, നമുക്ക് ഓരോരുത്തർക്ക് അറിവുള്ളതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഇന്ന സമയം കൊണ്ട് ഞാൻ ഇത്രയും ഭാഗം കവർ ചെയ്യുന്നത് പറയുന്നതോടൊപ്പം തന്നെ അതിലുള്ള മാക്സിമം ഡേറ്റാസ് ആദ്യം കളക്ട് ചെയ്ത് വെക്കാം. അതിനനുസരിച്ച് നിങ്ങൾ ഇന്ന ദിവസം ഇത്രയും ഭാഗം കവർ ചെയ്യും. അങ്ങനെ കൃത്യമായ രീതിയിൽ ഈ പറയുന്ന 6 യൂണിറ്റുകൾ, പേപ്പർ 2 ആണ് ഞാൻ എടുത്ത് പറയുന്നത്, ആ 6 യൂണിറ്റുകളും പേപ്പർ 2 ഇംഗ്ലീഷിൻ്റെ തന്നെ നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റാക്കി പഠിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഈ 4 മാസം തന്നെ വേണ്ടി വരുന്നില്ല. ഒരു 2-2.5 മാസത്തോളം കൃത്യമായ എല്ലാ ദിവസവും പഠിക്കുകയാണെങ്കിൽ, എല്ലാ ദിവസവും 24 മണിക്കൂർ ഇല്ല, വേണ്ട ഒരു 10-15 മണിക്കൂറൊന്നും വായിക്കണമെന്ന് ഒരിക്കലും ആരും നിർബന്ധം പിടിക്കുന്നില്ല. പലരും നമുക്കറിയാവുന്ന പോലെ വർക്കിംഗ് ആയുള്ളവരാകും, ചിലർ കുടുംബപരമായിട്ടുള്ള തിരക്കുകളൊക്കെ ഉള്ളവരാകും. അപ്പോൾ എല്ലാ ദിവസവും ഒരു 2-3 മണിക്കൂർ മാക്സിമം മാറ്റി വെക്കുകയാണെങ്കിൽ തന്നെ കൃത്യമായ രീതിയിൽ വിജയത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള എക്സ്പീരിയൻസ് നമ്മുടെ അക്കാഡമിയിൽ തന്നെ പഠിച്ചു പോയവർ പലരും നമ്മളോടും ഈ ഒരു യൂട്യൂബ് വീഡിയോസിൽ, ഇൻസ്പിറേഷൻ മോട്ടിവേഷൻ വീഡിയോസിലൊക്കെ ഷെയർ ചെയ്തതുമാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോടുകൂടി തന്നെയാണ് പറയുന്നത്. കൃത്യമായ രീതിയിൽ ടൈം ടേബിൾ ആദ്യം സെറ്റാക്കി വെക്കുക. ആ സെറ്റാക്കിയതിനനുസരിച്ച് ഇന്ന ദിവസം കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുകയും വേണം. അങ്ങനെ 6 യൂണിറ്റുകളും കൃത്യമായ രീതിയിൽ എപ്പോൾ പഠിച്ചു തീരുമെന്നുള്ള കൃത്യമായ ഒരു നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടൈം ടേബിൾ ആയിരിക്കണം ആദ്യം നിങ്ങൾ സെറ്റാക്കേണ്ടത്. പിന്നീട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഉണ്ടാക്കി വെച്ച ടൈം ടേബിളിനോട് ഒരു തരത്തിലുള്ള നീതി പുലർത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. പലരും ചെയ്യുന്നത് ടൈം ടേബിളൊക്കെ സെറ്റാക്കി വെക്കും, ആദ്യത്തെ ദിവസം ഇല്ലെങ്കിൽ രണ്ടാമത്തെ ദിവസം വരെ നല്ല രീതിയിൽ ആ പറഞ്ഞതുപോലെ ചെയ്യും. മൂന്നാമത്തെ ദിവസം ചില തിരക്കുകൾ വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും 3 മണിക്കൂറല്ലേ മാറ്റി വെക്കണ്ടു, അത് നമുക്ക് കുറച്ച് രാത്രിയിലേക്ക് മാറ്റി വെക്കാം. പിന്നെ രാത്രിയിലേക്ക് വരുമ്പോൾ ചില ക്ഷീണങ്ങളായി. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും, നാളത്തെയും കൂടി പഠിക്കുന്ന കൂട്ടത്തിൽ ഇതും പഠിക്കുക. അങ്ങനെ കൂട്ടി വെച്ച് അവസാനം നമ്മൾ തന്നെ വിചാരിക്കും ഈ ടൈം ടേബിൾ തന്നെ എന്നെക്കൊണ്ടാവുന്നില്ല, അപ്പോൾ എന്നെക്കൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് അവസാനം എക്സാമിൻ്റെ തലേ ദിവസത്തേക്ക് നമുക്ക് ആവുന്നതും അറിയാവുന്നതൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി പരീക്ഷയ്ക്ക് പോകും. അപ്പോൾ നമുക്ക് വേണ്ട കട്ട് ഓഫിൻ്റെ അടുത്ത് എത്തില്ല. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത 6 മാസത്തേക്ക് വെയിറ്റ് ചെയ്യണം. ഇതാണ് സാധാരണ രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവിക്കുന്നതിൽ നിന്നും തികച്ചും വിപരീതമായി കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് ജൂലൈ മാസം പരീക്ഷ പാസ്സാകണമെങ്കിൽ ഈ പറയുന്ന പോലെ ടൈം ടേബിൾ ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. കൃത്യമായി അത് പഠിക്കാൻ എല്ലാ ദിവസവും 3 മണിക്കൂറോളം മാറ്റിവെക്കാനായിട്ട് നിങ്ങൾ ശ്രമം നടത്തിയേ പറ്റൂ. ആ ഒരു രീതിയിൽ നിങ്ങൾ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. മൂന്നാമത്തെ ഒരു സെക്ഷനായിട്ട് മാക്സിമം മുൻകാല വർഷ ചോദ്യങ്ങൾ മാക്സിമം പരിശീലിക്കുക. ആ ഒരു മുൻകാല വർഷ ചോദ്യങ്ങൾ പരിശീലിക്കുമ്പോൾ തന്നെ ഏതൊക്കെ ഏരിയാസിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാവും, ആ രീതിയിൽ എങ്ങനെ നിങ്ങൾ പഠിച്ച് സമീപിക്കണം എന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നതിൽ ഈ PYQ സീരീസുകൾ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നീട് ചെയ്യുന്ന ഒരു 4ാമത്തെ ഘട്ടം എന്നാണ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അത് ഈ ഒരു സിലബസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് അടിക്കുന്ന സമയത്ത്, നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എത്രയോ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതൊക്കെ വരും. അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അങ്ങനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ സമയം പോലും വളരെ ഫലപ്രദമായി നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ഒരു വീഡിയോ കേൾക്കുമ്പോൾ ഇല്ലെങ്കിൽ ഈ കാണുന്ന സമയത്ത് പലരും വിചാരിക്കും ഇത് തന്നെ എന്നെ കൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. പലർക്കും ഡേറ്റാസ് ഇതിൽ ഏറ്റവും മാക്സിമം കഷ്ടപ്പാട് എവിടെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെയാണ്. അതായത് ടൈം ടേബിളൊക്കെ സെറ്റാക്കി വെച്ചു, ആ ഓരോ യൂണിറ്റിലും വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നിടത്താണ് പ്രധാനമായും പലർക്കും പ്രശ്നങ്ങൾ വരുന്നത്. ആദ്യത്തെ ഒരു യൂണിറ്റിൻ്റെ തന്നെ ഒരു സെക്ഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് റിസോഴ്സുകൾ കണ്ടെത്താൻ പറ്റിയെങ്കിൽ പോലും പിന്നീട് ഇതേപോലെ എല്ലാ യൂണിറ്റുകൾക്കും അതും വേണ്ടതും വേണ്ടാത്തതും ഒക്കെ ആയിട്ട് ഫിൽട്ടർ ഔട്ട് ചെയ്ത് വേണം നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാക്കണം. അപ്പോൾ ആ ഒരു രീതിയിൽ ആ ഘട്ടത്തിൽ വളരെയധികം പലർക്കും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് സ്റ്റഡി മെറ്റീരിയൽസിനൊക്കെ ബുദ്ധിമുട്ടായി ഫീൽ ചെയ്യുന്നുണ്ട്, അത് ഫൈൻഡ് ഔട്ട് ചെയ്ത് എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലിറ്റ്ഷുവർ അക്കാഡമിയുടെ സഹായം തേടാവുന്നതാണ്. കോച്ചിങ് എന്ന രീതിയിലും മറ്റെല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതിന് വളരെ സന്തോഷമേ ഉള്ളൂ. വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സേവനങ്ങളൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ സേവനങ്ങളിൽ ഉപരി മറ്റ് ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ കോച്ചിങ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട, ഇൻ കേസ് നിങ്ങൾ ഇപ്പോൾ ഒരു കോച്ചിങ് എടുക്കുകയാണെങ്കിൽ പോലും അടുത്ത എക്സാം വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ വിത്തൗട്ട് എനി ഫീ, ഈ അടയ്ക്കുന്ന ഒരു ഫീ അല്ലാതെ മറ്റൊരു ഫീയും നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കേണ്ട കാര്യമില്ല. ഈ ഒരു ഫീച്ചർ മറ്റൊരു അക്കാഡമിയും പ്രൊവൈഡ് ചെയ്യുന്നതുമല്ല. അപ്പോൾ ഈ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങളുടെ പഠനം ഇനിയുള്ള സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കാനും ശ്രമിക്കുക. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ ഒരു ചെറിയൊരു മോട്ടിവേഷൻ മാത്രമാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇത് വളരെയധികം ഫലപ്രദമാകുന്നുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി എത്തിക്കുക, നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഷെയർ ചെയ്യുക. സോ നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച് മറക്കണ്ട. സെറ്റ് ഇംഗ്ലീഷ് പേപ്പർ 2, സെറ്റ് ജനറൽ പേപ്പർ 1 കോച്ചിങ്ങും മിതമായ നിരക്കിൽ നൽകുന്നുണ്ട്. സോ ഇറ്റ്സ് ബൈ ഫ്രം ലിറ്റ്ഷുവർ അക്കാഡമി. താങ്ക് യു.